Hello students, in this session I will be covering Annamalai University's Bachelor of Commerce first year subject Management Principles. In this session I will be covering lesson 11 Principles of Organization. As you know, organization is the second step or second function of management. So in organizing, the management is organizing all the required resources for the organization. അതായത് എന്തൊക്കെ റിസോഴ്സസ് ആണ് വേണ്ടത്, പ്ലാനിങ് പ്രകാരം ചെയ്തു വെച്ചിരിക്കുന്ന ആക്ടിവിറ്റീസിന് എന്തൊക്കെ റിസോഴ്സസ് ആവശ്യമാണ്. റിസോഴ്സസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാം, ഓൾറെഡി നമ്മൾ കണ്ടതാണ്. ഹ്യൂമൻ റിസോഴ്സസ്, ഫിനാൻസ് റിസോഴ്സസ്, മെറ്റീരിയൽ റിസോഴ്സസ്, ബാക്കിയുള്ള ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഒരു ഓർഗനൈസേഷന് വേണം. അപ്പോൾ ആ ആക്ടിവിറ്റീസ് പ്രകാരം എന്തൊക്കെ റിസോഴ്സുകൾ വേണോ അതെല്ലാം ഓർഗനൈസേഷന് കൂട്ടിച്ചേർത്ത് വെക്കുന്ന പണിയാണ് ഓർഗനൈസിങ് എന്ന് പറഞ്ഞ സ്റ്റെപ്പിലുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ആ ഫങ്ഷൻസ് ഓഫ് ഓർഗനൈസേഷൻ നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ഫങ്ഷൻസ്? ആദ്യം ഐഡന്റിഫിക്കേഷൻ ഓഫ് ആക്ടിവിറ്റീസ്. എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യാനുള്ളതെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, ആ ആക്ടിവിറ്റീസ് പ്രകാരമാണ് റിസോഴ്സസ് ആവശ്യമുള്ളത്. നെക്സ്റ്റ്, ഡിപ്പാർട്ട്മെന്റലി ഓർഗനൈസിങ് ആക്ടിവിറ്റീസ്. ഓരോ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പറഞ്ഞ പോലെ ഹ്യൂമൻ റിസോഴ്സ്, ഫിനാൻസ്, മെറ്റീരിയൽസ് മാനേജ്മെന്റ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ്, അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ആ ഡിപ്പാർട്ട്മെന്റിന് എന്തൊക്കെ റിസോഴ്സസ് വേണോ അതനുസരിച്ച്, അവർക്ക് എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടോ അതിനനുസരിച്ചുള്ള റിസോഴ്സസ് ആ ഡിപ്പാർട്ട്മെന്റിന് കിട്ടിയിരിക്കണം ജോലി ചെയ്യാൻ. ക്ലാസിഫൈങ് ദ അതോറിറ്റി. ഓരോ ഡിപ്പാർട്ട്മെന്റിൽ ഓരോ അതോറിറ്റി പറഞ്ഞിട്ടുണ്ട്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന് ഹ്യൂമൻ റിസോഴ്സ് കൈകാര്യം ചെയ്യുകയാണ് വേണ്ടത്. ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിന് ഫിനാൻസ് കൈകാര്യം ചെയ്യുകയാണ്, അക്കൗണ്ട്സും കൈകാര്യം ചെയ്യുകയാണ് വേണ്ടത്. മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസിലെ മാർക്കറ്റിംഗ്, പ്രോഡക്റ്റ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സർവീസ് മാർക്കറ്റിംഗ് ആണ് ചെയ്യേണ്ടത്. ആ അതോറിറ്റിയിൽ നിന്നുകൊണ്ട് വേണം ഓരോ ഡിപ്പാർട്ട്മെന്റും ഫങ്ഷൻ ചെയ്യാൻ. അടുത്തത്, കോർഡിനേഷൻ ബിറ്റ്വീൻ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഓരോ ഡിപ്പാർട്ട്മെന്റിലും അതോറിറ്റിയും കൊടുത്തിട്ടുണ്ട്, അവരുടേതായിട്ടുള്ള ജോലികൾ ചെയ്തു തീർക്കാനുള്ള റെസ്പോൺസിബിലിറ്റിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി കോർഡിനേഷൻ വേണം. കാരണം അതോറിറ്റി ഉള്ളവർ അതോറിറ്റി ഉപയോഗിച്ചിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കാനുള്ള ഒരു സാഹചര്യവും കൂടി ഉണ്ടായിരിക്കണം. സ്പെഷ്യലൈസേഷൻ. ഓരോ ഡിപ്പാർട്ട്മെന്റിനും സ്പെഷ്യലൈസേഷൻ ഉണ്ട്. മാർക്കറ്റിങ്ങിന് സ്പെഷ്യലൈസേഷൻ ഉണ്ട്. ഹ്യൂമൻ റിസോഴ്സിന് ആണ് സ്പെഷ്യലൈസേഷൻ. ഫിനാൻസിന് ഫിനാൻസ് ആണ് സ്പെഷ്യലൈസേഷൻ. ആ സ്പെഷ്യലൈസേഷൻ ഉപയോഗിച്ചിട്ട് അവരുടെ കഴിവിന് പരമാവധി ചെയ്തു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം, ആ സ്പെഷ്യലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അവർ ചെയ്തു തീർക്കണം. ഓക്കെ, ഭംഗിയായിട്ട് ചെയ്തു തീർക്കണം. വെൽ ഡിഫൈൻഡ് ജോബ്സ്. ഓരോ ഓർഗനൈസേഷന്റെ സ്ട്രക്ചറിലും അവരുടേതായ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ആ ഡിപ്പാർട്ട്മെന്റ് വൈസ് അതിന് മാനേജേഴ്സ് ഉണ്ട്, മാനേജേഴ്സിന് അതോറിറ്റി ഉണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ആ വെൽ ഡിഫൈൻഡ് ആയിട്ട് കാര്യങ്ങൾ, അതായത് പ്രത്യേകം നല്ല രീതിയിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നുകൊണ്ട് അവരുടേതായ ജോലികൾ ഭംഗിയായിട്ട് നടത്തിയെടുക്കുക എന്നുള്ളതാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും കർത്തവ്യം. ഓക്കെ, അത് ഡേ ടു ഡേ ബേസിസിൽ വേണ്ട രീതിയിൽ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യണം. ക്ലാരിഫൈസ് അതോറിറ്റി. ഓക്കെ, ഒരു ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹ്യൂമൻ റിസോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് അതോറിറ്റി. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് അതോറിറ്റി. മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് അതോറിറ്റി. അല്ലാതെ ഒരു ഡിപ്പാർട്ട്മെന്റ് വേറൊരു ഡിപ്പാർട്ട്മെന്റിന്റെ വർക്കിൽ ഇടപെടുക എന്നുള്ളതല്ല ഓർഗനൈസേഷണൽ സ്ട്രക്ചറിലെ അതോറിറ്റി. കോർഡിനേഷൻ. ഈ ഡിപ്പാർട്ട്മെന്റുമായിട്ട് പല ഡിപ്പാർട്ട്മെന്റുമായിട്ട് തരം തിരിച്ചിട്ടുണ്ടെങ്കിലും അത് ജോലികൾ ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് തരം തിരിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ വർക്കുകളിൽ സഹകരിക്കണം. കാരണം ഹ്യൂമൻ റിസോഴ്സിന് സാലറി കൊടുക്കണമെങ്കിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റുകാർ വേണം അവരുടെ സാലറിയുടെ എമൗണ്ട് കണ്ടെത്താൻ. മെറ്റീരിയൽസ് ഡിപ്പാർട്ട്മെന്റിൽ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് വേണം. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് സാധനങ്ങൾ വിൽക്കണേ. ആ സാധനങ്ങൾ വിൽക്കണമെങ്കിൽ സാധനങ്ങൾ ഉണ്ടാക്കണം. അത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. ഇനി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ സാധനം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിന് മെറ്റീരിയൽസ് വേണം. ആ മെറ്റീരിയൽസ് ഡിപ്പാർട്ട്മെന്റിന്റെ സാധനങ്ങൾ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ സഹായം ആവശ്യമുണ്ട്. അപ്പോൾ ഇത് എല്ലാ ഡിപ്പാർട്ട്മെന്റും അങ്ങോട്ടും ഇങ്ങോട്ടും കോർഡിനേറ്റ് ചെയ്താൽ മാത്രമേ വർക്ക് ചെയ്യാൻ ഒരു ഓർഗനൈസേഷനിലെ വർക്കുകൾ നടക്കുകയുള്ളൂ, പ്രോപ്പറായിട്ട് നടക്കുകയുള്ളൂ.
അടുത്തത് ഇഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ. ഇതെല്ലാം അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നത് ടോപ്പിലുള്ള മാനേജ്മെന്റ് ആണ്. അപ്പോൾ നല്ല രീതിയിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റും കാര്യങ്ങളും നല്ല രീതിയിൽ മുമ്പോട്ട് പോയാൽ മാത്രമേ ഈ അഡ്മിനിസ്ട്രേഷൻ സുഗമമായിട്ട്, അതായത് ഒരു ഓർഗനൈസേഷൻ്റെ അഡ്മിനിസ്ട്രേഷൻ നല്ല രീതിയിൽ നടക്കുകയുള്ളൂ. ഗ്രോത്ത് ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ. ഒരു ഓർഗനൈസേഷൻ വളർന്നു വലുതായി ഒരു പ്രത്യേക പരിധി എത്തിക്കഴിയുമ്പോൾ അതിനെ നമുക്ക് വളർന്നു എന്ന് പറയാം. ലെവൽ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ നമ്മൾ അതിന് നല്ല വളർച്ച നേടിയെന്ന് പറയാം. ആൻഡ് അങ്ങനത്തെ സിറ്റുവേഷനിൽ ചില ഓർഗനൈസേഷൻ വേറെ പല ഫീൽഡിലേക്കും, ഇത്രയും നാളും ഇല്ലാതിരുന്ന പല ഫീൽഡിലേക്കും അവർ ഡൈവേഴ്സിഫൈ ചെയ്യാൻ സാധ്യതയുണ്ട്. അവരുടെ എന്താ പറയുക, മുതൽ മുടക്ക് പൈസ വേറെ ഫീൽഡിലേക്ക് മുതൽ മുടക്കാൻ, അതായത് വേറെ ഇൻഡസ്ട്രിയിലേക്ക് അല്ലെങ്കിൽ വേറെ ബിസിനസ്സിലേക്ക് അവർ പൈസ ഇറക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. അത് ആ ഗ്രോത്ത് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആവശ്യത്തിന് ഗ്രോത്ത് ആയി എന്ന് തോന്നുമ്പോൾ മാനേജ്മെൻ്റ് ആണ് ഇതിനു വേണ്ടി വേറെ ഫീൽഡിലേക്ക് അവരുടെ മെയിൻ കമ്പനിയിൽ നിന്നുള്ള പൈസ മുതൽ മുടക്കുന്നത്. അത് എല്ലാം ബിസിനസ്സിൻ്റെ ഭാഗമാണ്. അടുത്തത് സെൻസ് ഓഫ് സെക്യൂരിറ്റി. ഒരു ഓർഗനൈസേഷൻ നല്ല രീതിയിൽ വളർച്ച പ്രാപിച്ചു കഴിഞ്ഞാൽ ആവശ്യത്തിന് പ്രോഫിറ്റുകൾ ഉണ്ടാവുക, എല്ലാ കൊല്ലവും നല്ല രീതിയിൽ പ്രോഫിറ്റ് ഇമ്പ്രൂവ് ആവുക എന്നൊക്കെ പറഞ്ഞാൽ പബ്ലിക്കിൻ്റെ ഇടയിലും പ്രത്യേകിച്ച് എംപ്ലോയീസിൻ്റെ ഇടയിൽ ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റി ഉണ്ടാവും. സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജോലി നല്ല സ്റ്റേബിളായിരിക്കും, തുടർന്ന് നിന്ന് പോകാൻ ഉള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് അവരുടെ കയ്യിൽ അവർക്ക് മനസ്സിൽ തോന്നും. അത് അവർക്കും എംപ്ലോയീസിനും അല്ലെങ്കിൽ വർക്കേഴ്സിനും അവരുടെ കുടുംബത്തിനും നല്ലൊരു കാര്യമാണ്. ഓക്കെ, അടുത്തത് ഫങ്ഷൻസ് ഓഫ് ഓർഗനൈസേഷനിൽ അടുത്തത് സ്കോപ്പ് ഫോർ ന്യൂ ചേഞ്ചസ്. ഓർഗനൈസേഷനിൽ പല പല ചേഞ്ചസ് കാലക്രമേണ ഉണ്ടാവാം. 10 വർഷം മുമ്പ് ഉണ്ടായിരുന്ന പ്രോഡക്റ്റ് ആയിരിക്കില്ല 10 വർഷത്തിന് ശേഷമുള്ള പ്രോഡക്റ്റ്. അത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിലൂടെയും മെറ്റീരിയൽസ് അഡ്വാൻസ്മെൻറ്റിലൂടെയും പ്രൊഡക്ഷൻ അഡ്വാൻസ്മെൻറ്റിലൂടെയും പല പുതിയ ഐഡിയാസിലൂടെയും ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവാം. കാരണം നമ്മൾ ഇപ്പോൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ടെലിവിഷൻ, ആദ്യ കാലങ്ങളിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെലിവിഷനാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ UHD TV വരെ, OLED TV, UHD TV, അൾട്രാ ഹൈ ഡെഫിനിഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള UHD എന്ന് പറയുന്ന അൾട്രാ ഹൈ ഡെഫിനിഷൻ TV വരെ ആയിക്കഴിഞ്ഞു. കഴിഞ്ഞ 10, 20, 25, 30 വർഷത്തിനുള്ളിൽ സംഭവിച്ച മാറ്റങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇനിയും പലതരത്തിലുള്ള പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ പല ഫീൽഡിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് ഫങ്ഷൻസ് ഓഫ് ഓർഗനൈസേഷൻ കഴിഞ്ഞ് അടുത്ത ടോപ്പിക്ക് പോകുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിലേക്കാണ്. എന്താണ് ആദ്യത്തെ പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ? പ്രിൻസിപ്പിൾ ഓഫ് സ്പെഷ്യലൈസേഷൻ. ഓരോ ഓർഗനൈസേഷനും അവരുടേതായിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സുകൾ അല്ലെങ്കിൽ സർവീസുകൾ കൊടുക്കാൻ ഉള്ള സാധ്യതകളുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെ ബേസ് ചെയ്തായിരിക്കും അവർ മാനേജ്മെൻറ്റ് ഡിസിഷൻ എടുക്കുകയാണ് എന്ത് പ്രോഡക്റ്റാണ് അവർ ഇറക്കാൻ പോകുന്നത്, ഏത് രീതിയിലാണ്, ഏത് ഏരിയാസിലാണ് അവരുടെ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യേണ്ടത് എന്നായിരിക്കും. അടുത്തത് പ്രിൻസിപ്പിൾസ് ഓഫ് ഫങ്ഷണൽ ഡെഫിനിഷൻ. അതായത് അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ ഓൾ ദ ഫങ്ഷൻസ് ഇൻ എ കൺസേൺ ഷുഡ് ബി കംപ്ലീറ്റ്ലി ആൻഡ് ക്ലിയർലി ഡിഫൈൻഡ് ടു ദ മാനേജേഴ്സ് ആൻഡ് സബോർഡിനേറ്റ്സ്. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ അകത്തുള്ള എല്ലാ ഫങ്ഷൻസും, അതായത് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റ്സ്, HR ഡിപ്പാർട്ട്മെൻറ്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇതെല്ലാം അതാത് എംപ്ലോയീസിന് എന്താണ് അവരുടെ ഫങ്ഷൻ, എന്തിനു വേണ്ടിയിട്ടാണ് ആ ഡിപ്പാർട്ട്മെൻറ്റ് ഉള്ളത് എന്ന് വളരെ വ്യക്തമായിട്ട് മാനേജേഴ്സിനും സബോർഡിനേറ്റ്സിനും ക്ലിയർ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടാവണം. കാരണം ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യത്തിൽ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഇടപെടാൻ പാടില്ല എന്നുള്ളത് കൊണ്ട്. ഓക്കെ, അത് ഓർഗനൈസേഷനിലെ തടസ്സങ്ങളും പ്രോബ്ലംസും സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. പ്രിൻസിപ്പിൾസ് ഓഫ് സ്പാൻ ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ സൂപ്പർവിഷൻ. എന്താന്ന് പറഞ്ഞാൽ ഒരു മാനേജർക്ക് ഇത്ര എംപ്ലോയീസിനെ അറ്റ് എ ടൈം കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൺട്രോൾ ചെയ്ത് അവർക്ക് വേണ്ട കാര്യങ്ങൾ അവരെ കൊണ്ട് നടത്തിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ മാനേജറിനെ സംബന്ധിച്ചോളം അവരുടെ കീഴിലുള്ള ആളുകൾ കൂടിക്കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ആളുകളെ പേഴ്സണലി അറിയുകയും അവരുടെ കഴിവും കാര്യങ്ങളും റെസ്പോൺസിബിലിറ്റിയൊക്കെ നിശ്ചയിക്കുകയും അതോറിറ്റിയൊക്കെ നിശ്ചയിക്കുകയും അവരെ കൊണ്ട് വർക്ക് ചെയ്യിച്ചെടുക്കുകയും ഒക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കൂടുതൽ ആളുകളായി കഴിഞ്ഞാൽ.
അപ്പോൾ അതിന് പകരമായിട്ട് കൂടുതൽ ആളുകൾ വരുമ്പോൾ ആ ആളുകളെ എക്സസീവായിട്ട് വരുന്ന ആളുകളെ മാനേജ് ചെയ്യാൻ മെയിൻ മാനേജറുടെ അടുത്ത് അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റ് മാനേജറുടെ അടുത്ത് അല്ലെങ്കിൽ HOD ആ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വേറെ മാനേജേഴ്സ് വന്നിട്ട് അവരുടെ കീഴിലേക്കായിരിക്കും ഈ അധികമായിട്ട് വരുന്ന എംപ്ലോയീസിനെ നിയോഗിക്കുക. എന്നിട്ട് HODക്ക് ആ പുതിയ മാനേജറെ കൺട്രോൾ ചെയ്താൽ മാത്രം മതി. ഓക്കെ, ആ പുതിയ മാനേജർ എക്സസീവായിട്ട് വരുന്ന എംപ്ലോയീസിനെ കൺട്രോൾ ചെയ്യുക. ഇതിൽ വൈഡ് സ്പാൻ ഓഫ് കൺട്രോൾ ഉണ്ട്. ഇറ്റ് ഈസ് one in which a manager can supervise and control effectively a large group of persons at one time. ഇതിൽ പറയുന്നുണ്ട് വൈഡ് സ്പാൻ ഓഫ് കൺട്രോളിൽ കൂടുതൽ ആളുകളെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. അത് മാനേജറിന്റെ സ്കില്ലാണ്, ആ കൺട്രോൾ ചെയ്യുന്ന മാനേജറുടെ സ്കില്ലാണ് വൈഡായിട്ട് സ്പാൻ ഓഫ് കൺട്രോൾ ഉണ്ടാവുക, കൂടുതൽ ആളുകളെ കൺട്രോൾ അറ്റ് വൺ ടൈം കൺട്രോൾ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. പിന്നെ ഉള്ളത് നാരോ സ്പാൻ ഓഫ് കൺട്രോൾ ആണ്, അതായത് കുറച്ച് ആളുകളെ മാത്രം അയാളുടെ കീഴിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുക. അത് മാനേജറെ സംബന്ധിച്ചോളം എളുപ്പമാണ് കാര്യങ്ങൾ, കൂടാതെ ചെറിയൊരു കഴിവുകേട് എന്ന് വേണമെങ്കിൽ പറയുകയും ചെയ്യാം. കാരണം കുറച്ച് ആളുകളെ മാത്രമേ അറ്റ് ടൈം അയാൾ കൈകാര്യം ചെയ്യുന്നുള്ളൂ. ബട്ട് ചില ഓർഗനൈസേഷനിൽ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ആളുകൾ കുറവായിരിക്കും. അപ്പോൾ ആ മാനേജറെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം ആ മാനേജർക്ക് കൺട്രോൾ ചെയ്യേണ്ടത് കുറച്ച് ആളുകളെ മാത്രം മതി. കാരണം ആ ഓർഗനൈസേഷൻ വളരെ ചെറിയൊരു ഓർഗനൈസേഷൻ ആണ് എന്നുള്ളതായിരിക്കും പ്രത്യേകത. ഇനി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് സ്പാൻ ഓഫ് കൺട്രോൾ. ഈ സ്പാൻ ഓഫ് കൺട്രോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നിശ്ചയിക്കപ്പെടുന്നത് എന്നാണ്. ഒന്ന്, മാനേജറിയൽ എബിലിറ്റീസ്. നമ്മൾ പറഞ്ഞു മാനേജറുടെ കൈകാര്യം ചെയ്യാനുള്ള ആളുകളെ അറ്റ് ടൈം കൺട്രോൾ ചെയ്യാനുള്ള കഴിവ്. അടുത്തത് കോമ്പിറ്റൻസ് ഓഫ് സബോർഡിനേറ്റ്സ്. സബോർഡിനേറ്റ്സ് കഴിവുള്ളവരാണോ കഴിവ് കൂടിയുള്ളവരാണോ? കഴിവ് കൂടുതലുള്ളവരാണെങ്കിൽ മാനേജർക്ക് കുറച്ച് കൺട്രോൾ മതി. കഴിവ് കുറഞ്ഞവരാണ് സബോർഡിനേറ്റ്സ്, കീഴിലുള്ള മാനേജറുടെ കീഴിലുള്ള ആൾ കഴിവ് കുറഞ്ഞവരാണെങ്കിൽ കൂടുതൽ കൺട്രോൾ വെക്കേണ്ടി വരും. എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം, അവരെ കൊണ്ട് ചെയ്യിക്കണം, അവരെ കൊണ്ട് സൂപ്പർവൈസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ കൂടുതലായിരിക്കും. അപ്പോൾ കൂടുതലും ബുദ്ധിമുട്ടും മാനേജർ. നേച്ചർ ഓഫ് വർക്ക്. എന്തൊക്കെ കാര്യങ്ങളാണ് സബോർഡിനേറ്റ്സ് ചെയ്യേണ്ടത്? കൂടുതൽ കാര്യങ്ങൾ ചെയ്തെടുക്കാനുണ്ടെങ്കിൽ കൂടുതൽ സൂപ്പർവൈഷൻ ആവശ്യം വേണ്ടി വരും. ഓക്കെ, അപ്പോൾ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടാണ് ആ മാനേജറെ സംബന്ധിച്ചിടത്തോളം. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. ചില മാനേജർ വർക്കുകളെല്ലാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നിശ്ചയിച്ചിട്ട് ആളുകൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ആളുകൾക്ക് എളുപ്പമാവും എന്താണ് ചെയ്യേണ്ടതെന്ന്, സബോർഡിനേറ്റ്സിന് ചെയ്യേണ്ടത് എന്തെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക്, അതായത് സബോർഡിനേറ്റ്സിന് കറക്റ്റായിട്ട് വളരെ വ്യക്തമായിട്ട് ഇൻഫർമേഷനെ ബേസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാനേജേഴ്സിന് കൺട്രോൾ ചെയ്യാൻ എളുപ്പവും അധികം കോംപ്ലിക്കേഷൻ ഇല്ലാതിരിക്കുകയും ചെയ്യും. ഇനി ഡിഗ്രി ഓഫ് ഡീസെൻട്രലൈസേഷൻ. ഒരു മാനേജർ എല്ലാ കാര്യങ്ങളും പിടിച്ചു വെക്കാതെ സബോർഡിനേറ്റ്സിൻ്റെ അടുത്തേക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വർക്കുകൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തതയോടെയും എളുപ്പത്തിലും സബോർഡിനേറ്റ്സിന് ചെയ്ത് തീർക്കാൻ പറ്റും. ഓക്കെ, അതായത് സെൻട്രലൈസേഷൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട്, സെൻട്രലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മാനേജർ തന്നെ എല്ലാ വർക്കും ചെയ്യുക എന്നുള്ളതാണ്. ശരിക്കും മാനേജർ ചെയ്യേണ്ടത്, മാനേജേഴ്സ് വർക്ക് എല്ലാം സബോർഡിനേറ്റ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുത്ത് ഓവറോൾ ഒരു കൺട്രോൾ അല്ലെങ്കിൽ മേജറായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് മാത്രം ഒരു പരിധിവരെ ചെയ്താൽ മാത്രം മതി. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ബാക്കിയെല്ലാം സബോർഡിനേറ്റ്സിനെ കൊണ്ട് ഡെലിഗേഷൻ ഓഫ് ഡീസെൻട്രലൈസേഷൻ അല്ലെങ്കിൽ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയിലൂടെ ചെയ്ത് തീർക്കാവുന്നതാണ്. അടുത്ത പ്രിൻസിപ്പിൾ ഓഫ് സ്കെയിലാർ ചെയിൻ. സ്കെയിലാർ ചെയിൻ നമ്മൾ നേരത്തെ കണ്ടതാണ്. സ്കെയിലാർ ചെയിൻ ഈസ് എ ചെയിൻ ഓഫ് കമാൻഡ് ഓർ അതോറിറ്റി വിച്ച് ഫ്ലോസ് ഫ്രം ടോപ്പ് ടു ബോട്ടം. സ്കെയിലാർ ചെയിൻ എന്ന് പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ ടോപ്പിൽ നിന്ന് കമാൻഡ് അല്ലെങ്കിൽ അതോറിറ്റി താഴത്തേക്ക് ഫ്ലോ ചെയ്യുന്നു. അതായത് ഏറ്റവും ടോപ്പിലുള്ള ആൾക്കാണ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് മാനേജർക്കാണ് ഏറ്റവും കൂടുതൽ ആ ഡിപ്പാർട്ട്മെന്റിൽ അധികാരം ഉണ്ടാവുക. അടുത്ത താഴെയുള്ള മാനേജർക്ക് ആ മുകളിലത്തെ ആളെക്കാളും കുറച്ച് അതോറിറ്റി ഉണ്ടാവുള്ളൂ. അതിൻ്റെ താഴെയുള്ള മാനേജർക്ക് അടുത്ത അതോറിറ്റി. അങ്ങനെ താഴെ ഏറ്റവും താഴെയുള്ള സബോർഡിനേറ്റിലേക്ക് വരുമ്പോൾ അതോറിറ്റി കുറഞ്ഞു വരുന്നതിനെയാണ് സ്കെയിലാർ ചെയിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി ഓഫ് കമാൻഡ്. ഒരു ഡിപ്പാർട്ട്മെന്റിലെ സൂപ്പർവൈസർ അല്ലെങ്കിൽ മാനേജർ ആയിരിക്കും ഏറ്റവും കൂടുതൽ കൺട്രോൾ വെക്കുന്ന അല്ലെങ്കിൽ കമാൻഡ് ചെയ്യുന്ന ആൾ. അയാളുടെ നിർദ്ദേശപ്രകാരമായിരിക്കും താഴെയുള്ള വർക്കേഴ്സ് അല്ലെങ്കിൽ എംപ്ലോയീസ് എല്ലാം വർക്ക് ചെയ്യുന്നത്. ഓക്കെ,
ഓക്കെ, അതുകൊണ്ട് ആ ഡിപ്പാർട്ട്മെന്റിൽ ഒരാളുടെ കമാൻഡ് അനുസരിക്കണതുകൊണ്ട് ആ ഡിപ്പാർട്ട്മെന്റിലെ കാര്യങ്ങൾ, ആ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ മുമ്പോട്ട് പോകും. കാരണം ഒരു ഇൻസ്ട്രക്ഷനാണ് മുകളിൽ നിന്ന് വരുള്ളൂ. ആ ഇൻസ്ട്രക്ഷൻ പ്രകാരം വർക്കുകൾ നടത്തിയാൽ മാത്രം മതി. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ലെസൺ 11 പറഞ്ഞു വയ്ക്കുന്നത്, പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷനിൽ പറഞ്ഞു വയ്ക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഇത് ചോദിക്കാം, വാട്ട് ഈസ് മെൻ ബൈ ഓർഗനൈസേഷൻ എന്ന് ചോദിക്കാം, വാട്ട് ഈസ് മെൻ ബൈ സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് ചോദിക്കാം, വാട്ട് യു മീൻ ബൈ പ്രിൻസിപ്പിൾ ഓഫ് സ്കെയിലാർ ചെയിൻ എന്ന് ചോദിക്കാം. പിന്നെ ഉള്ളത് എസ്എ ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ആർ ദി ഫംഗ്ഷൻ, വാട്ട് യു മീൻ ബൈ ഓർഗനൈസേഷൻ, വാട്ട് ആർ ദി ഫംഗ്ഷൻസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ എന്ന് ചോദിക്കാം. അപ്പോൾ എസ്എ ക്വസ്റ്റ്യൻ മാർക്ക് അനുസരിച്ച് എഴുതണം. കൂടാതെ വാട്ട് യു മീൻ ബൈ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ വാട്ട് ഈസ് ഓർഗനൈസേഷൻ, വാട്ട് ആർ ദി പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനും ഇതിൽ നിന്നുണ്ടാവാം. കൂടാതെ വാട്ട് ഈസ് മെൻ ബൈ സ്പാൻ ഓഫ് കൺട്രോൾ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് ചോദിക്കാം. കൂടാതെ ചെറിയ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് മെൻ ബൈ പ്രിൻസിപ്പിൾ ഓഫ് സ്കെയിലാർ ചെയിൻ, വാട്ട് യു മീൻ ബൈ പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്നുള്ള ക്വസ്റ്റ്യനും നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന്, ഈ ലെസണിൽ നിന്ന്, ലെസൺ 11 നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഒരിക്കൽ കണ്ടിട്ട് ഈ വീഡിയോ മനസ്സിലായില്ല എങ്കിൽ പിന്നെയും കാണുക, മനസ്സിലാക്കുക, കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുക എക്സാമിന്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.